ചരിത്രത്തിലാദ്യമായി ഒരുപക്ഷെ കണ്ണൂരിൽ വിമത പോരാട്ടം ഉണ്ടാകുന്നു പാർട്ടിക്കെതിരെ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തി പ്രകടനം വലിയ ലക്ഷ്യമാണ് അല്ലെ? അപ്പോ അവിടെയുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? എത്രത്തോളം ഗംഭീരമായിട്ടാണ് പാർട്ടി കോട്ടയിൽ പാർട്ടിയും പ്രതിരോധിക്കാൻ UDF-ഉം എല്ലാം തയ്യാറെടുത്തിരിക്കുന്നത്? ഈ മൗവഞ്ചേരി ഇത് മണ്ഡലത്തിൽ പെടുന്നതാണെന്ന് അറിയണം. അർജുൻ കേൾക്കാമോ? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. സുനിലേട്ട എല്ലാരോടും പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞോളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മടത്താണ്. ഇപ്പോൾ തന്നെ ആളുകളൊക്കെ ഇവിടെ വന്നു. ഗതാഗതക്കുരുക്ക് ഒരു ഭാഗത്തുണ്ട്. വലിയ രീതിയിലുള്ള ആവേശമാണ്. കണ്ണൂരിൽ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. വിമത ശബ്ദമൊക്കെ കണ്ണൂരിൽ CPM-നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക്, ഒരു മത്സരത്തിലേക്ക് എല്ലാ മുന്നണികളും കടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മടം നിയോജക മണ്ഡലത്തിലാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദിന്റെ റോഡ് ഷോ ആരംഭിക്കുന്ന മൗവഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ മൗവഞ്ചേരിയിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആളുകളൊക്കെ ഇവിടത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. 3 മണിയാണ് ഇവിടെ റോഡ് ഷോ തുടങ്ങാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. 3 മണിക്ക് തന്നെ സ്ഥാനാർത്ഥി അബ്ദുൾ റഷീദ് ഇവിടത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു റോഡ് ഷോയാണ് നിലവിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ UDF പ്രവർത്തകരൊക്കെ ഉണ്ട്. എന്താണ് നിങ്ങളുടെയൊക്കെ ഈ ഘട്ടത്തിലുള്ള ഒരു പ്രതീക്ഷ? കഴിഞ്ഞ തവണ മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം 50,000 ആയിരുന്നു. ഇത്തവണ എത്ര ഭൂരിപക്ഷമാക്കി? ഒരു 20,000 ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിക്കും. മുഖ്യമന്ത്രി അട്ടിമറിച്ചിരിക്കുന്നു. അവർ തോപ്പിക്കും നമ്മള്. ഇവിടെ നമുക്ക് കുറച്ച് കുട്ടികളൊക്കെ കാണാൻ വേണ്ടി കഴിയും. നമുക്ക് കുറച്ച് കുട്ടികളൊക്കെ കാണാൻ പറ്റി. എന്താ ഇതാരുടെ ഫോട്ടോ? ആരാ ഫോട്ടോ ഒക്കെ പ്രിന്റ് എടുത്ത്? എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇവിടുത്തെ ധർമ്മടത്തെ അവസ്ഥ? ഭയങ്കര ആവേശാണ്. നേരത്തെ ചൂട് പ്രശ്നമുണ്ടോ? ഇല്ല ഈ ചൂടൊന്നും പ്രശ്നമൊന്നല്ല. ഇത്രയും ദിവസങ്ങളിൽ UDF എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്തെ ആവേശമാണ് നമുക്ക്. UDF തന്നെ കൊണ്ടപ്പോ തവണ 50,000 1,00,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. അത് നോക്കണ്ട, ഇപ്രാവശ്യം അട്ടിമാറി ജയിക്കും. അതിന്റെ ജയിച്ചാ മതി. ഒരു വോട്ടിനേക്കാൾ ജയിച്ചാൽ ഇപ്രാവശ്യം നല്ല ഉഷാറായിട്ട് ഭൂരിപക്ഷത്തോട് വിജയിക്കും. അത് 100% ഉറപ്പാ. വലിയ ആവേശത്തിൽ തന്നെയാണ് UDF പ്രവർത്തകർ. നമുക്ക് കാണാൻ വേണ്ടി കഴിയും വാഹനങ്ങളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനുള്ള വാഹനങ്ങളൊക്കെ എത്തിയിരിക്കുകയാണ്. എന്താണ് UDF പ്രവർത്തകരെല്ലാം വാഹനങ്ങൾ അതുപോലെ തന്നെ ടീഷർട്ടുകളൊക്കെ ധരിച്ചുകൊണ്ട് ഇവിടെ റോഡ് ഷോയ്ക്ക് വേണ്ടി റെഡിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ എത്തിയതിന്റെ കാഴ്ചയാണ്. റോഡ് ഷോ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ ധർമ്മടത്ത് കോൺഗ്രസ്. നമ്മൾ അപ്പോൾ ഇടുക്കിയിലേക്ക് ഇത് പോയി വരാം. രാഹുൽ സുരേഷ് അവിടെ റോഷി അഗസ്റ്റിന്റെ പ്രചാരണ വാഹനത്തിനൊപ്പമുണ്ട്. കോളമൊക്കെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അല്ലെ? എല്ലായിടത്തും പ്രതിപക്ഷ നേതാവിനെ എടുത്തുയർത്തുന്ന കാഴ്ച നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി വിൻഡോസ് ഇങ്ങനെ കൂടി വരും. അപ്പൊ നമ്മൾ ഇടുക്കിയിലേക്ക് രാഹുൽ സുരേഷ് കേൾക്കാമോ? കേൾക്കാം.